welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ആയിട്ട് 21 pieces food challenge. ഇന്നത്തെ നമ്മുടെ ചാലഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചാലഞ്ച് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്ത ഒരു ചാലഞ്ച് ആണ്. അതെ ഗൈസ്, ഇന്നത്തെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു ഫൺ ആയിട്ടുള്ള ഒരു ഫുഡ് ചാലഞ്ച് ആയിരിക്കും. അപ്പൊ ചാലഞ്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു. ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മുന്നിൽ 21 പീസ് ഫുഡാണ് വരിക. ആ 21 പീസ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും 7 പീസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു റൗണ്ടിൽ 21 പീസ് ഫുഡ് ആയിരിക്കും ഉണ്ടാവുക. അത് മാത്രമല്ല നമുക്ക് ഓരോ റൗണ്ടിലും ഓരോ ലീഡേഴ്സും ഉണ്ടാവും. നമ്മൾ 3 പേരിലും ആരെങ്കിലും ഒരാളായിരിക്കും ഓരോ റൗണ്ടിൽ ലീഡർ ആയിരിക്കുക. അത് നമ്മൾ ഈ ലോട്ട് സെലക്ട് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ലീഡർക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ മുന്നിൽ ഓരോരുത്തർക്കും 7 പീസസ് വീതമായിരിക്കില്ല ഫുഡ് ഉണ്ടാവുക. അതില് ബാക്കിയുള്ളവരിൽ നിന്ന് എത്ര പീസസ് നമുക്ക് വേണം, അതല്ലെങ്കിൽ ബാക്കിയുള്ളവർ എത്ര പീസ് എടുക്കണം, അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ എത്ര പീസ് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ പറയുന്ന ലീഡർ ആയിരിക്കും. പക്ഷെ ലീഡറിന് പവർ മാത്രമേ ഉള്ളൂ. ലീഡർ ഇതൊക്കെ തീരുമാനിക്കുക ഈ ഫുഡ് തുറന്ന് നോക്കുന്നതിന് മുന്നേ ആണ്. അതെ, നല്ല ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ലീഡർ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഡർ വെറുതെ ഇരിക്കേണ്ടി വരും. അതെ, ഇനി അവിടുന്ന് മോശം ഫുഡാണ് കൂടുതൽ ഇങ്ങോട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ലീഡർ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നിട്ട്. അതെ, അപ്പൊ ലീഡർ ഗസ് ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നല്ല ഫൺ ചാലഞ്ച് ആയിരിക്കും. ഇനി നമുക്ക് നേരെ ചാലഞ്ചിലേക്ക് പോവാം. അങ്ങനെ നമ്മളെ മുന്നിൽ ഇത് ഫുഡ് വന്നിരിക്കുകയാണ്. ഇനി ആരെ ലീഡർ തീരുമാനിക്കാം കേട്ടോ. ഞാൻ ഇതെടുക്കാണ്. അടിപൊളി. ലീഡർ വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. ലീഡർ ആയാൽ പോരാ, പല കാര്യങ്ങളും ആലോചിച്ചിട്ട്. ഞാൻ തുടക്കം കൂടി കുറിച്ചതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാ. എങ്ങനെയാണ് തുടക്കമായതുകൊണ്ട് തന്നെ ശ്രീ ഒരു 3 തന്നാ മതി. 4 എനിക്ക് തന്നെ. ഓക്കെ, തുടക്കമായതുകൊണ്ടുള്ള ഒരു തോന്നലാണ്. ശ്രീക്ക് 3, 5ക്ക് 4 വേണം. അതില് ഈ 3 തന്നാ മതി. 4 അപ്പൊ 4 4 8 8 7 15 പീസ് എനിക്ക് 3 3 അവർക്ക്. അങ്ങനെയായിട്ടാ പ്ലാൻ ചെയ്തേ. ആണേന്നാണ് ഞാനും പറഞ്ഞിരിക്കുന്നത്. കുറച്ചധികം പെട്ടെന്ന് തീരുമാനം എടുത്തു പോയോ? ഒന്ന് മയത്തിലെടുക്കുന്നു. ഓക്കെ ഓക്കെ, എടുക്കട്ടെ, തുറക്കട്ടെ. നീക്കാൻ പറ്റൂലേ? ഇതെന്താ വെയിറ്റ്ലെസ്? അയ്യോ, അല്ലെങ്കിൽ വേണം. 3 2 1 ഗോ. ഞങ്ങൾക്ക് 3 മതിയടാ. ഞങ്ങൾക്ക് 3 ധാരാളം. ഞാൻ 15 പച്ചമുളക് 1 2 പീസുകൾ പാവല്ലേ, ഇത്ര എടുക്കുന്നല്ലേ. ഓള് സെലക്ട് ചെയ്തോട്ടെ. നമുക്ക് 3 വെച്ചിട്ട് 1 2 3 4 പറഞ്ഞു. നല്ല വലുത് ചെറുതായി പോയോ? അതൊക്കെ ഞാൻ നോക്കും. ഒക്കെ കൂടെ എടുത്ത് കൊടുത്താ തീരുന്നില്ലേ? അതന്നെ വേണോ ഇത് വേണോ? പച്ചക്കറി കട പോലായി. ഇപ്പൊ ടോട്ടല് 15. അല്ലെങ്കിൽ ഈ തുടക്കത്തിലെല്ലാം നല്ല സാധനം കൊണ്ടുവെക്കല്. എനിക്ക് തോന്നി ഇവിടുത്തെ വിചാരിച്ചിട്ട് അത് അങ്ങനെ 3 തിന്നാ മതി. ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓള് 15 ഞാനില്ല. എല്ലാരും തിന്നണം. പക്ഷെ 5 ഇപ്പൊ തുടങ്ങി തിന്നു തുടങ്ങിയാലല്ലേ ഉള്ളൂ. തുടങ്ങിയാലല്ലേ ഉള്ളൂ കഴിയാ. പേരുണ്ടാ? ഞാൻ വേറെ പീസ് എടുക്കോ? എല്ലാ പച്ചമുളകാണല്ലോ. എന്തായിരുന്നു? ഐസ്ക്രീം ഒന്ന് തിന്നാ പോരെ, ബാക്കി എടുത്തേക്കാം. 3 എന്ത് പച്ചമുളക്. ഇതുവരെ ഇങ്ങനെ ഒരു പച്ചമുളക്
അറിഞ്ഞൂടാ. പച്ചമുളകൊക്കെ ഞങ്ങൾ 2-3 എണ്ണൊക്കെ കഴിക്കുന്നതാണ്. ഞാൻ പച്ചമുളക് കൊണ്ട് അത്ര പേടിച്ചില്ല, കാരണം ഞങ്ങള് കഴിച്ച പച്ചമുളകിനൊന്നും ഭയങ്കര ഇത് ജീവിതത്തിൽ ഇതുവരെ കഴിച്ച പച്ചമുളകില് ഞമ്മളെ വാങ്ങല്. ഞങ്ങളെ നാട്ടിലെ പച്ചമുളക് ഇങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാലഞ്ചസിൽ പച്ചമുളക് തിന്നുണ്ട്. ഈ പച്ചമുളക് ഒരു അത്ഭുതം. ഞാൻ തന്നെ ചീരമുളകിന് പോലും ഇത്ര എരിവൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും കൂടെ ഓടി നട്ടതിരിയ ഓടുക ചാടുക എന്തൊക്കെയോ കളി കളിച്ചിട്ടാ കുറഞ്ഞത്. അതുകൊണ്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ റൗണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഞങ്ങള് ജീവിതകാലം മുഴുവൻ ഇതിന് കടപ്പെട്ടിരിക്കും. അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടാണ്. ഞാൻ മറക്കില്ല, ഈ ഫസ്റ്റ് റൗണ്ടിൽ ഇത്രയും വലിയ ചതി ചെയ്യരുതായിരുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം ഞാൻ പ്രതീക്ഷയിൽ അതാണ് ലീഡർ ബുദ്ധിപരമായിട്ട് ആലോചിക്കണം. പക്ഷെ ഞാൻ എന്റെ ബുദ്ധി അത്രയും വർക്കാണ്. എന്ത് ചെയ്യാനാ? ഇതിപ്പോഴും 3 പച്ചമുളക് നമ്മൾ 1 പച്ചമുളക് എന്നിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടെ. 3 തിന്ന എന്തിനാ അടുത്ത റൗണ്ടിലേക്ക് പോവാ. അടുത്ത റൗണ്ടിൽ എനിക്ക് തന്നെ ലീഡർ ആവണ്ട, വേറെ ആരും ലീഡർ ആയിക്കോട്ടെ. അതാ നല്ലത്. എനിക്ക് ഒരു തരുന്നേ ഞാൻ തിന്നോളാം. അടുത്ത റൗണ്ടിലേക്ക് പോകും. റെഡി കണ്ടോ? ഈ റൗണ്ടിലെങ്കിലും നല്ല കൊണ്ടുവെക്കണം. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ റൗണ്ട് മറന്നു. ആദ്യത്തെ റൗണ്ട് വേണ്ട. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലെ ലീഡർ ആരാ തിരക്കാം. ഞാനാവാൻ മതി. വേറെ ആരെങ്കിലും നമ്മള് പോള പേരുടെ അടുത്ത കോമഡി സാധാരണ ലീഡർ ആവാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്. വേണ്ട. വേണ്ട, ബുദ്ധിപരമായി ചിന്തിക്കണം. അതെ, കൂടുതൽ അസംഷൻസ് ഒന്നുമില്ല. അവൻ പറഞ്ഞോ നിങ്ങൾ ആ ട്രോമറ്റൈസ്ഡ് ആയി കാണത്തില്ലേ? അന്റെ 2 നേരത്തെ 3 എണ്ണല്ലേ പറഞ്ഞ എനിക്ക് വേണമെന്ന്. 4 എണ്ണം വേണമെന്ന് പറഞ്ഞല്ലേ? 4 എണ്ണം എനിക്ക് 2 മതി. എന്നാലും വേണം, അതിനൊരു കുറവില്ല. അന്റെ എനിക്ക് കുറച്ച് കൂടുതൽ വേണിക്കോ. 1 മതി. എന്നാലും ഒന്ന് മതി. ശ്രീനേന്ന് 1, ഇന്ത്യന്ന് 2 എണ്ണം. ഇന്ത്യയിൽ എന്തായാലും ഒരു 7 ഉണ്ടാവും. പിന്നെ ഇവളൊന്നും ഓളെ 2 മൊത്തം 10 മതി. 15 എണ്ണം എനിക്ക് വേണ്ട, കഴിഞ്ഞതോടെ മതിയായിരിക്കും. ഒന്നല്ല വേണ്ടേ? നമുക്ക് എന്താ സാധനം എടുക്കട്ടെ. നല്ലതാണെങ്കിലും എനിക്ക് ബാക്കി 5 എണ്ണം ഉണ്ടാവുമല്ലോ, അത് മതി നല്ലതാണെങ്കിൽ. പക്ഷെ എന്താ കഴിഞ്ഞാൽ എനിക്ക് 7 എണ്ണം കൊണ്ടുവച്ചിട്ട് എനിക്ക് അത് ഫുൾ തിന്നാൻ പറ്റാത്ത സങ്കടം തന്നെ. നോക്കട്ടെ. 3, 2, 1 ഗോ. ഞാനാ എടുക്കുക. എത്ര ഏത് വലുത് നോക്കിട്ട് എടുക്കുക. സ്ട്രിപ്സ് ആണ് വന്നിട്ടുള്ളത്. 1, 2 അതെ, ഞാൻ എപ്പോഴും വാങ്ങി തിന്നലുണ്ട്. എന്നാ പിന്നെ ഈ അത്ര തന്നാ മതി. 1, 2, 3, 4, 5, 6, 7. ഇതിൽ വലുത് ഏതാ സ്ഥലം? 1 ഇതല്ലേ? 1, 2. 2 ഞാൻ എടുത്തു. ഓണയിൽ എനിക്ക് 1 എടുക്കാൻ പറ്റുള്ളൂ. അല്ല ഒന്നുമില്ല. ഒളിപ്പിച്ചൊക്കെ കയ്യിൽ നല്ല ആ ഒരു തന്തൂരിന്റെ സാധനമൊക്കെ ഉള്ള ഒളിപ്പിച്ചൊക്കെ. അല്ല, ചെലപ്പോ ഇത് നോക്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഒളിപ്പിച്ചൊക്കെ അല്ലല്ല. അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാലേ അപ്പൊ ഓൾ അതിനെ കൊണ്ടുപോകണം വിചാരിച്ചിട്ട് വെക്കുക. ചെറിയ കണ്ടോ, ചെറിയ പീസാണിത്. വേണ്ട, എനിക്കത് വേണ്ട. ഇനി അഥവാ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തിന്നും. ആ കുറച്ച് നല്ല മീറ്റൊക്കെ ഉള്ള. എനിക്ക് ഈ പീസ് ആയിരുന്നു ഇഷ്ടം. തിന്നോ, കുഴപ്പമില്ല, ചെറുതാ അത്. എനിക്ക് ഗൈസ് ഞാൻ വിശാലമായിട്ട് തിന്നാൻ പോവാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ നമുക്ക് തന്തൂരി സ്ട്രിപ്സ് തിന്നാം. കുഴപ്പമില്ല, 2 അല്ലേ പോയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അത് കഴിക്കുന്ന സോസ് വെച്ചില്ല. സോസ് ആണെങ്കിലും ഞാൻ 1 തുള്ളി ഉണ്ടായിരുന്നു, 2 തുള്ളി എന്തെങ്കിലും എടുത്തത്. ചില്ലി സോസ് വേണം. എരിവൊന്നും ഇവിടെ മിണ്ടിപ്പോവരുത്. ഇനി മുതൽ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഞങ്ങൾ തിന്നുന്ന എന്തൊക്കെ പണിഷ്മെന്റ് അതൊക്കെ സ്ഥലം തിന്നണം. കാര്യം ഇതിന്റെയൊക്കെ ബാക്കി തിന്നുണ്ട്. അപ്പൊ പണിഷ്മെന്റ് മാത്രം ഞങ്ങൾ വീഡിയോ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഇതൊന്നും ഡയറ്റിലാണ് ഭയങ്കരമായ ഷുഗർ കട്ടൊക്കെ. ഉണ്ടാവുന്നുള്ള പറയാൻ പറ്റൂല. ഞാൻ പറയാൻ വന്നത് കുറച്ചും കൂടെ എടുക്കായിരുന്നു. ശരിയാത്ത 15 വാങ്ങി വെച്ചല്ലേ. ഞാൻ അവരടുത്ത് നിന്ന് ഷെറീന്റെ ഫുള്ള് എനിക്ക് വേണം, ഷാമിന്റെ ഫുള്ള് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്നു നോക്കിയിരിക്കുന്നു. സംഘം തകർന്നേനാ. കഴിഞ്ഞ പ്രാവശ്യം വളകും തിന്നു, സ്ട്രിപ്സും കിട്ടിയില്ലെങ്കിലേ മിസ്സായി എനിക്ക്. ഇതിപ്പോ എല്ലാവർക്കും ഏകദേശം ഈക്വൽ ആയിട്ടില്ലേ? നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയില്ലേ? 10ഉം എന്റെ അടുത്ത് 6 അത് കുറച്ച് ഈക്വൽ അല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ 2 പീസ് തിന്നെയാണ്.
ഞാൻ ഒരു പേസ് തിന്നു, രണ്ടാമത്തെ പേസ് തിന്നോണ്ടിരിക്കാം. ഞാൻ ആസ്വദിച്ച് തിന്നോണ്ടിരിക്കാൻ മെല്ലെ തിന്നോളും. അത് സാധാ സ്ട്രിപ്സിനെക്കാട്ടിയും ടേസ്റ്റ് തന്തൂരി സ്ട്രിപ്സാണ്. അതെ, അതിന് കുറച്ച് ഫ്ലേവർ ഉണ്ടാവും. നല്ല മസാല ഇങ്ങനെ പെരട്ടി നല്ല ഫ്രഷ് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിച്ചോ എന്റെ ഔദ്ധാരിയായിട്ട് കിട്ടിയാല്. ഈ അടുത്ത് രാജാവാണ്. അഞ്ച് രാജാവല്ല. ലീഡറാണ് അത് മനസ്സിലാവും. അഞ്ച് ഈ എടുത്ത് കഴിഞ്ഞാല് ബാക്കി ഞങ്ങൾ അവകാശം. ഈ എടുക്കുന്നത് വരെ നമുക്ക് അവകാശം. എന്ത് പിന്നെ ഇങ്ങോട്ട് കയറി ഇടപെടാൻ വരരുത്. ആയിക്കോട്ടെ. 2 റൗണ്ട് ഞാൻ ലീഡറായി, ഇനി ലീഡർ ആവണ്ട. എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് കാര്യം. പല കാര്യങ്ങളും തീരുമാനിക്കണം. ഇവർക്ക് വെറുതെ ഇരുന്ന് തിന്നാ മതി. ഇന്ന കാര്യം അതല്ല. അപ്പൊ അതുകൊണ്ട് അതെ, എത്ര ഫുഡ് എടുക്കണം എന്നുള്ള ചില്ലറ പരിപാടി ഒന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾ ആരും അത് ലീഡറായി. നല്ലതാണോ ചീത്താണോ പറയാതെ റെഡി കണ്ണുറക്കാം. പേടിയാവുന്ന ആരാ ലീഡർ ആവാൻ? എടുക്കാതിരുന്നാ മതിയായിരുന്നു. അല്ല സ്ട്രെസ് അല്ലേ? ഇതെടുക്കാം. ക്ഷമിയായിരിക്കും. എന്തോ ഒരു പേപ്പർ ഞാനാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നിക്കില്ല ഷാമി അത്. അല്ല ചീത്തത് രണ്ടാമത് വന്നത് നല്ല, നല്ലത്. മൂന്നാമത് വരാൻ പോകുന്നത് ചീത്ത. രണ്ടും ആവാം. ഓക്കെ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു ഇതിലാണ് എത്തുന്നത്. ഇന്ത്യന്ന് 2 എണ്ണം മഞ്ജിക്കും, 2 എണ്ണം ശ്രീക്കും കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ബാക്കി ഉണ്ടാവില്ലേ? ഉണ്ടാവും, അത് ഞാൻ തിന്നോളാം, അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓ, ഒന്നും വേണ്ടെന്നല്ല ഞാൻ. ഒന്നും വേണ്ടതല്ല. ഇങ്ങോട്ട് വാങ്ങാതെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കും. അല്ല, ഓക്കെ ഓക്കെ ഓക്കെ, 2 എണ്ണം അങ്ങോട്ടും 2 എണ്ണം ഇങ്ങോട്ടും. അല്ലെങ്കിൽ 3 എണ്ണം കൊടുക്കണം അങ്ങോട്ട്. അല്ല, ഇവിടെ 3 എണ്ണം കൊടുക്കണം. എന്നിട്ട് ഈ ഒന്നും 5 കുറെ സ്റ്റിപ്സ് എടുത്തില്ലേ, 3 എണ്ണം ശ്രീ തിന്നോ. ഓക്കെ, 2 എണ്ണം 5 തിന്നോട്ടെ. ബാക്കി എനിക്ക് ബാക്കി 2 എണ്ണക്ക് ഉണ്ടാവും, അത് ഞാൻ എടുത്തോളാം. ഓക്കെ, എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ദൈവമേ. ഓക്കെ, റെഡി? 3, 2, 1 ഗോ. എത്ര ഞങ്ങൾ എടുത്തോട്ടെ. എനിക്ക് തോന്നി എന്റെ കഷ്ടകാലം. എന്താ വേണ്ടേ? 2 എണ്ണം എടുത്തോ. ഒന്ന് വലുത് തിന്നോ, കുഴപ്പമില്ല. എന്തെങ്കിലും തന്നല്ലോ ഒന്ന്. അങ്ങനെ എനിക്ക് ടോട്ടൽ ഇപ്പൊ ഷാമീൻ എടുത്തുനിന്ന് 3 എണ്ണം, ബാക്കി ഇന്റെ 7 എണ്ണം ഉണ്ട്. ടോട്ടൽ 7 വയറ് കാലി ഇരിക്കും അവിടെ. ഞാനിത് അവിടെ ഷാമി തന്നെ 2 എണ്ണം, 2 എണ്ണത്തിൽ ഒന്ന് ചെറുത് ഞാൻ എടുത്തിട്ടോ. അവിടെ പറഞ്ഞത് എനിക്ക് ഇവിടെയും ബാക്കി 7, 9 എണ്ണം. വയറ് കാലി. നല്ല നല്ല ഒരു പീസ് കഴിച്ചു നോക്ക്. നല്ല ടേസ്റ്റ് ഉള്ള പൈനാപ്പിൾ. തിന്നേ. വേണ്ട പറഞ്ഞല്ലേ? ഇനി ഉണ്ടായിരുന്നോ ലീഡർ? ഉണ്ടായിരുന്നു. സൂപ്പർ ഐസ്. കുഴപ്പമില്ല, ഞാൻ കൺട്രോൾഡ് ആയിട്ടാണ് കഴിക്കുന്നത്. കഴിഞ്ഞ 5 സ്ട്രിപ്സ്, ഇപ്പൊ 2 പൈനാപ്പിൾ. അതെ, സ്ട്രിപ്സ് ആണ് കൺട്രോൾഡ് ആയിട്ട് കഴിക്കേണ്ടത്. അത് നല്ല വാരി വെച്ച് പൈനാപ്പിൾ തിന്നാതിരിക്കുക. കൊള്ളാലോ. ഈ നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് സ്നേഹത്തോടെ വെച്ചതായി വലിയ പൈനാപ്പിൾ, നല്ല ഒരു സൈഡ് ചീനിക്കുന്നു, അതുകൊണ്ട് വെച്ചതാണ് ഇവിടെ. വേണേ മാറ്റിത്തല്ല, ഞാൻ അതിന് വെച്ചോന്നല്ല. നല്ലത് ആകെ 2 പൈനാപ്പിൾ അല്ലേ കിട്ടിയുള്ളൂ. കൊണ്ടേക്കോ, സെയിം കറക്റ്റ് സൈസാ. അത് നല്ലതാണേ. സാക്രിഫൈസ് ഞാൻ 2 എണ്ണം തിന്നു. വേണ്ട ഔദാര്യം. വേണ്ട, അങ്ങനെ വേണ്ട. ഞാൻ പറഞ്ഞു പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ലീഡേഴ്സിന് തരുമ്പോ തല പുകഞ്ഞിട്ടായിരിക്കാം. അപ്പൊ ചീഞ്ഞത് നിങ്ങളുടെ ലോഡ് ആ സ്ട്രെസ് മനസ്സിലാക്കണല്ലോ. സ്ത്രീയാണ് ആ സ്ട്രെസ് മനസ്സിലാക്കാത്തത്. ഓരോരുത്തർ കൊടുക്കുന്നത് വാങ്ങുന്നതുമായ എല്ലാ ഫുഡുകളും ഒരു മൂലയ്ക്ക് പോയിരിക്കുക, പ്ലേറ്റ് എടുക്കുന്നത്. അല്ലാണ്ട് ഒരു സ്ട്രെസ് എടുക്കുന്നില്ല. പോയതാണ് പിന്നെ വന്നിട്ടില്ല എവിടേക്കും. നോക്ക്, ഇത് നടുഭാഗം തിന്നാ എനിക്ക് തൊണ്ട ചൊറിയും. ഞാൻ പിന്നെ എല്ലാം തിന്നു. അടുത്തതില് ശ്രീ ലീഡറാണെന്നാണ് അടുത്തതിന്റെ ലീഡർ ആണോ ശ്രീ? എനിക്ക് യാതൊരു താല്പര്യം. അതെ, ക്ലാസ് ലീഡറായി നോക്കുന്നില്ല. കുട്ടികളെ കിടുകിടാ വിറപ്പിച്ച ഒന്നുമില്ല. ഓളെന്താ ചെയ്യാ, ഞാൻ പേരെഴുതുന്നൊക്കെ പറഞ്ഞ പേരെഴുതും. എന്നിട്ട് സാറ് വരുമ്പോ അയ്യോ എന്ന് പറഞ്ഞു വായിക്കും. അതാണ് പണി. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് ലീഡർ ആയിരുന്നു ഗൈസ്. അല്ലേ? അതെ അതെ, വളരെ. ഞങ്ങൾക്കുണ്ടായിരുന്നു കൊല്ല ലീഡർമാര്. പേര് തല്ലു കഴിഞ്ഞു തരും. 1, 2, 3, 4, 5
ഷാമി തന്ന 2 ഞാൻ തിന്നിട്ടുണ്ട്. അല്ല 2 എന്റെ 3 ഷാമി അവശിഷ്ടങ്ങൾ ഇതവിടെ കിടക്കുന്ന തിന്നിട്ടോ. ബാക്കി 5 അതിനുള്ളത്. 4 തിന്നു തീർച്ചയായും 1 2 3 4 അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട്. ബാക്കി തിന്നോണ്ടിരിക്കും. ബാക്കി ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. സൂര്യനെ പോലെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കഴിഞ്ഞിട്ടോ. റെഡി കണ്ടോ? ഓക്കെ ഫുഡ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4th റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഷാമിലോട്ട് എടുത്തേ. ഞാൻ എടുക്കാം. നല്ല തീരൂലേ? വീണ്ടും 5 ആയിരിക്കാണ് ഗൈസ്. എന്താന്ന് ആർക്കറിയാം ഈ ചാലഞ്ച് 5 ഫസ്റ്റ് ഇരുള്ള വന്നത് പിന്നെ നല്ലത് വന്ന് പിന്നെ നല്ല വന്ന് ഗൈസ് ഈ റൗണ്ട് വളരെ അങ്ങനത്തെ റൗണ്ടാണ് പറഞ്ഞ റൗണ്ടാണ്. നേരത്തെ കണ്ണീര് പറഞ്ഞ റൗണ്ടാണ്. എനിക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഗൈസ് ഇന്റത് വരെ എടുത്തോട്ടെ. വേണ്ട 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 കാലുപിടിക്ക് കാലുപിടിക്ക് വേണ്ട എനിക്ക് വേണ്ട ഗൈസ്. 7 ഉള്ളതില്ലേ ഒന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പകുതിയാക്കി കൊടുക്കണം. നിങ്ങളെടുത്തു. അല്ല 3 നമുക്ക് കൊടുത്ത വേണ്ട വേണ്ട ഞങ്ങൾക്ക് വേണ്ട 3 കൊടുക്ക്. ഇവിടെ എങ്ങനെ ഇരുന്നു അത് ശരിയാണല്ലോ. നിനക്ക് 3 എന്നാലും ബാക്കിട്ട് അപ്പൊ കണക്ക് 4 അങ്ങനെ 5 ആണല്ലേ. അപ്പൊ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യും. വേണ്ട 3 മതി. അതങ്ങനെ മതി. 3 അരയൊക്കെ ആക്കാൻ പറ്റുന്ന സാധനമാണോ? അല്ല അല്ല അരയാക്കാൻ പറ്റില്ല. അല്ല വേണ്ട 4 3 ആ 4 3 വേണ്ട. അയ്യോ അപ്പൊ എന്താ കാര്യമായിട്ടുണ്ടെന്ന് ഇവർക്കൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ കൊടുക്കും. ഓക്കെ ആർക്ക് എനിക്ക് എത്രണ്ണോ? അനക്ക് 4 നോക്ക് 3 സല്ലു പകുതിയാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ 3 കൊടുക്കുവേ. ഓക്കെ ഓക്കെ റെഡി 3 2 1 go. ഇതെന്താ കട്ട് ചെയ്യാൻ പറ്റാത്ത? നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാലോ. അപ്പൊ 3 മതി. 1 2 3 ഇങ്ങോട്ട് തന്നെ 4 1 2 3 ഒന്നെങ്കിലും ഓള് തിന്നട്ടെ. ഇല്ല അതെങ്ങനെ? ഞാനല്ലേ ലീഡർ. ഞാൻ ചൂസ് ചെയ്ത് എനിക്കൊന്നും വേണ്ട. സാക്രിഫൈസ് ആണ്. നിങ്ങൾ ചോദിച്ചോ. ഇനിയിപ്പോ അത് ഒരേപോലെ ആയില്ലാന്ന് പറയരുത്. എനിക്ക് ഏതായാലും മതി. ഒക്കെ കണക്കന്നെ. ഏകദേശം ഒരേപോലെ ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇതിൽ കിടന്നോട്ടെ കുറച്ച് കുറവ്. വേണ്ട അതൊന്നും വേണ്ട. വെച്ചോ കഴിച്ചോ. ഇത് പൊരിച്ചെങ്കിലും എന്താ ഞാൻ തിന്നേനു. ഞാൻ നേരത്തെ വലിയൊരു എന്താണ് തെറ്റ് ചെയ്തപ്പോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ തന്നെ അഭിനന്ദിക്കാത്തത്. കേൾക്കാൻ സമ്മതിക്കുന്നില്ല. പച്ചമുളക് ഞാൻ കൊറേ തിന്നില്ല. പച്ചക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് ഞാനിപ്പോ എന്റെ കാൽക്കുലേഷൻസ് തെറ്റിയില്ല ഗൈസ്. ഷാമി 2 കഴിച്ച് ഇനി അടുത്ത ഞാൻ കൊടുത്ത അര കഴിക്കാൻ പോവാണ്. ശ്രീ എത്ര കഴിച്ച്? ഇതിപ്പോ 2ാമത്തെ ഒരു 1/4 ഭാഗം ബാക്കിയുണ്ട്. 1 കാൽ ബാക്കിയും. 2ാമത്തെ ആണ് അവള് കഴിച്ചോണ്ടിരിക്കുന്നത്. ആ അരിയും കൂടി കഴിക്കണം. നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കും. അതെന്റെ അര. ശ്രീക്ക് നല്ല ഇഷ്ടമായി തോന്നുന്നു ഗൈസ്. വായല് ഫുള്ളാക്കി വെച്ച് കഴിക്കില്ലേ. ഇവിടെ തന്നെ ഉണ്ടാവും. ആരും കൊണ്ടുപോലും മെല്ലെ കഴിച്ചാ. ശ്രീക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവളതൊരു മൂലയില് പോയിരുന്നു നീക്കി വെച്ചിരുന്ന് കഴിച്ചോളും. അവിടെ ബുദ്ധിമുട്ടില്ല. കളിക്കല്ലേ. റെഡി കണ്ടോ? ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനോട്ട് എടുക്കാം. എനിക്ക് നല്ലൊരു ചലഞ്ച് ആയിരുന്നു ഗൈസ് ഇതുവരെ. ഇനി എന്താ നമുക്ക് നോക്കാം. ഓക്കെ വേഗം സർപ്രൈസ്. അങ്ങനെ ലാസ്റ്റ് ലീഡർ ആയിട്ട് ഷാമി ലീഡർ ആയില്ല. അതിന് വിഷമം കഴിഞ്ഞ റൗണ്ടിൽ മോശമാണ് വന്നത്. ഈ റൗണ്ടിൽ നല്ലതായിരിക്കും ചെലപ്പോ. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് മോശം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലോ നല്ലതാണെങ്കിലോ മോശമാണെങ്കിലോ നല്ലതാണെങ്കിലോ അപ്പൊ നീ വേണ്ടെന്നാ പറയുന്നത്. നല്ല ആകെ കൺഫ്യൂഷൻ ആയി ഗൈസ്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ലാസ്റ്റ് റൗണ്ട് അല്ലേ, ചിലപ്പോ നല്ലതാന്ന് നമ്മള് വിചാരിക്കും വെച്ചിട്ട് ചിലപ്പോ മോശം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് അപ്പൊ അങ്ങനെ ഈ വിചാരിക്കുന്ന വിചാരിച്ചിട്ട് ഈ മോശമായിരിക്കും വിചാരിച്ചിട്ട് കൊടുക്കുന്ന വിചാരിച്ചിട്ട് കൂടുതൽ കൺഫ്യൂഷൻ ആക്കല്ലേ. ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്
ഒന്ന് ഞാൻ എടുക്കാം. നല്ലാണെങ്കിലും മോശമാണെങ്കിലും തിന്നാലോ. ഒന്ന് ഞാൻ എടുത്തിട്ട് 3 എണ്ണം അഞ്ചിക്കും 3 എണ്ണം ശ്രീക്കും കൊടുക്കാം. ഓക്കെ ഞാൻ ready. ഓക്കെ എടുക്കട്ടെ. ഇതൊന്നും ഇല്ല. ഓക്കെ റെഡി 3 2 1 ഗോ. നല്ല ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ്. എത്ര പറഞ്ഞേ? തൊട്ട് വരരുത്, ഞാൻ എടുത്തു തരും നിങ്ങൾക്ക്. നല്ലൊരു പീസ് ഞാൻ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് തരും. കാക്ക ഞാൻ അത്രമാത്രം ചിന്തിക്കാൻ പാടില്ലേനു അല്ലേ? ഞാൻ പോർന്ന് അത് തരും. ഒന്നിതാ 3 അവിടെ കൊറേ വലുതുണ്ട് കേട്ടോ. രണ്ടാമത്തെ കഷ്ണം എടുത്തൊക്കെ അതാ കഷ്ണതാ. മൂന്നാമത്തെ 3 എണ്ണായേ. എനിക്കല്ലോ നല്ല പീസാണല്ലോ. എടുത്ത് തിരിച്ചു കൊടുക്കും. ഇത് തിരിച്ചങ്ങോട്ട് കൊടുക്കും. വേണ്ട, ഇതിലിപ്പോ ഞാനിത് പീസ് എടുക്കും. ഇതാണ് നല്ല പോയാട്ടെ. 2 ഇത് തന്നാ ശരിയാവില്ല. ഇവള് 3 ഒന്നും കൂടി ഉണ്ട്. ഇതില് കുറച്ച് മറ്റേ സാധനം കുറവാ. ഇതെടുത്തോ 3 എണ്ണം. 10 എണ്ണം എനിക്ക് 10 എണ്ണം ശ്രീക്ക് ഷാമിക്ക് 1. അതപ്പ 21 എണ്ണായേ. മറ്റേ ബർത്ത്ഡേക്കൊക്കെ കേക്ക് കട്ടായാ പോയിട്ട് ഒരു പീസ് കിട്ടില്ല. അതേപോലെ നല്ല ടേസ്റ്റുള്ള കേക്ക്. ഞാൻ ഒന്ന് തിന്നു കഴിഞ്ഞു. എന്ത് ടേസ്റ്റാ? നല്ല എന്താ പറയാ, നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ള എന്റെ കയ്യിലുള്ള തീരൂലേ? അതാ തീർന്നു. നിങ്ങൾ തിന്ന് ഈ പീസ് ഷാമി കിട്ടിയില്ലല്ലോ. ഇങ്ങനെ ഞാൻ കിട്ടിണ്ടെങ്കിലും തീർന്നില്ലേ? ഞാനിത് രണ്ടാമത്തെ പീസ് തിന്നു കഴിഞ്ഞ് 1 2 3 4 5 6 7 8 എണ്ണം ഇനിയുണ്ട്. അപ്പൊ ടോട്ടൽ 10 എണ്ണം. ഞാൻ രണ്ടാമത്തെ പീസിന്റെ ലാസ്റ്റ് പീസ് കഴിച്ചോണ്ടിരിക്കുക. എടുത്തു വെച്ചോ, നമ്പറിൽ നമുക്ക് എടുക്കാം. ഒക്ടോബറിൽ അതിന്റെ മുന്നേ ഒരാളുണ്ടല്ലോ. അതിന് ഞാൻ വേറെ ചോക്ലേറ്റ് കേക്ക് വാങ്ങിക്കോളൂ. ഈ അടുത്ത് വേറെ ആളത് വരെ ഉണ്ടല്ലോ. ഡയറ്റിലല്ലേ? അതാ പറഞ്ഞ കൈപ്പൊക്കെ നല്ലല്ലേ? കൈപ്പൊക്കെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ചില്ലി സോസ് വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് എനിക്ക് തിന്നണം. സ്പൈസി കേക്ക് സ്പൈസി അങ്ങനെ കൊടുക്കാം. ഞാൻ ഇവിടെ 3ാമത്തെ തിന്നണം. ഷാമി കഴിഞ്ഞില്ലേ? ഞാൻ ഇതിങ്ങനെ ഇടക്കിടക്ക് ചോദിച്ചോണ്ടിരിക്കണം എന്നില്ല കേട്ടോ. രസല്ലേ? കണ്ടില്ലേ പ്ലേ കണ്ണു തുറന്ന് കണ്ണൂടെ പ്ലേറ്റ് തീർന്നിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നേരെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjana. signing off.